Good afternoon, all. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon. എന്താണ് എല്ലാവരും ലേറ്റ് ആയിട്ടാണല്ലോ ക്ലാസ്സിൽ കയറുന്നേ? കഴിഞ്ഞ ദിവസം നമ്മൾ എവിടെ വരെ എടുത്തു? നമ്മ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റി വരെയും പറഞ്ഞു അല്ലേ? ഓക്കെ, നെക്സ്റ്റ് ബാക്കി എടുക്കാം, നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയില് ആരെല്ലാമാണ് ഉൾപ്പെടുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരെല്ലാമാണെന്നാണ് അടുത്തത് പറയുന്നത്. നോക്കിയേ, ഇപ്പൊ നമ്മ ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്നല്ലേ ഉണ്ടെങ്കിലും, എന്താണ് ഒരു കമ്മിറ്റി രൂപീകരിക്കണമെങ്കിൽ അത് കുറച്ച് മെമ്പേഴ്സ് വേണല്ലേ, കുറച്ച് അംഗങ്ങൾ വേണം. വേണോ? വേണം. അങ്ങനെ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ആരെല്ലാമാണ്, ഏതൊക്കെ മെമ്പേഴ്സ് ആണ്? ഫസ്റ്റ് ചെയർപേഴ്സൺ, ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഹെഡ് ആരായിരിക്കും? ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയുടെ ഹെഡ് ചെയർപേഴ്സൺ ആണ്. അതാരാണ്? ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ, ആ ഹോസ്പിറ്റലിന്റെ മേലധികാരി ആയിരിക്കും ചെയർപേഴ്സൺ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് മെമ്പർ സെക്രട്ടറി ഉണ്ടാവും. ഈ ചെയർപേഴ്സണിന്റെ അണ്ടറിൽ ഒരു സെക്രട്ടറി ഉണ്ടായിരിക്കും. അതാരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ്. ഈ മൈക്രോബയോളജിസ്റ്റിനെ ഉൾപ്പെടുത്താൻ കാരണം എന്താണ്? സെക്രട്ടറി ആയിട്ട് ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളാണല്ലേ, ആണോ? അല്ലേ? ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അല്ലെ. ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട്, അതിനുള്ള പ്രിവെൻഷൻ എടുക്കുന്നതിനായിട്ട് അല്ലെ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കാൻ പറ്റൂല്ലേ, എന്തൊക്കെ രീതിയിൽ അതിനെ നമുക്ക് തടയാൻ പറ്റുന്നൊക്കെ ആയിരിക്കും, അങ്ങനെയുള്ള പ്രവർത്തനങ്ങളായിരിക്കും ഇവര് ചെയ്യേണ്ടത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇൻഫെക്ഷനുമായി റിലേറ്റ് ചെയ്ത ഒരാള്, അതാരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ്. നെക്സ്റ്റ് മെമ്പേഴ്സ്.
വേറെ അംഗങ്ങളുണ്ടാവും, സെക്രട്ടറിയും ചെയർപേഴ്സൺ അല്ലാതെ വേറെ മെമ്പേഴ്സ് ഉണ്ടാവും അല്ലെ. അതാരൊക്കെയാണ്? representation from management or administration. എന്താണ് അഡ്മിനിസ്ട്രേഷനിൽ നിന്നുള്ളതോ അതല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റിൽ നിന്നുള്ള പ്രാതിനിധ്യം, അതിൽ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷനിൽ പെട്ട ആളുകളോ അതല്ലെങ്കിൽ മാനേജ്മെന്റിൽ പെട്ട കുറച്ച് ആളുകളോ മെമ്പേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. നെക്സ്റ്റ് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. എന്താണ് റെലവന്റ് ആയിട്ടുള്ള പ്രസക്തമായ മെഡിക്കൽ ഫാക്കൽറ്റീസ്? ഈ നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് അവിടെ റെലവന്റ് ആയിട്ടുള്ള എന്താണ്? സാനിറ്റേഷൻ, സ്റ്റെറിലൈസേഷൻ ഒക്കെ വേണ്ടി വരില്ലേ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്. പിന്നെ സപ്പോർട്ട് സ്റ്റാഫുകൾ, സപ്പോർട്ടിംഗ് സർവീസുകൾ. എന്താണ്? ഇൻഫെക്ഷൻ കമ്മിറ്റീനെ പിന്തുണയ്ക്കുന്ന സേവനങ്ങളെ ഹോസ്പിറ്റലിൽ തന്നെ വേറെ ഡിപ്പാർട്ട്മെന്റുകളുടെ സേവനമൊക്കെ ആവശ്യമായിട്ട് വരും അല്ലെ. അതേതൊക്കെയാണ്? OT ഓർ CSSD. എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ഓർ CSSD. നിങ്ങൾക്ക് പഠിക്കാനുണ്ടല്ലേ CSSD? ഒരു ചാപ്റ്റർ ഉണ്ടല്ലോ, സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. അതിന്റെ ആ ഡിപ്പാർട്ട്മെന്റിന്റെ സേവനം ഉണ്ടായിരിക്കും. പിന്നെ ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ. എന്താണ് ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ എന്ന് പറഞ്ഞാല് അവര് എന്ത് പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ക്ലീനിങ് അല്ലേ, ക്ലീനിങ് പ്രോസസ് ആണ്. ഇൻഫെക്ഷനെ തടയുന്നതിന് വേണ്ടി ഹോസ്പിറ്റലും അതിന്റെ ഹോസ്പിറ്റലിന്റെ സറൗണ്ടിങ്സ് ക്ലീൻ ആയി നീറ്റായി ഒക്കെ വൃത്തിയിൽ സൂക്ഷിക്കണം അല്ലെ. അതിന് വേണ്ടിയിട്ട് ഹൗസ് കീപ്പിംഗ് സാനിറ്റേഷൻ സെക്ഷന്റെ സഹായം ആവശ്യമായിട്ട് വരും. എഞ്ചിനീയറിംഗ്, ഇതാണ് എന്തെങ്കിലും പണിയാനോ എന്തെങ്കിലും അതിന് വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് സെക്ഷന്റെ. പിന്നെ എന്താണ്? ഫാർമക്കോളജിസ്റ്റ്. ഫാർമക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആരായിരിക്കും? ഫാർമസി എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? മെഡിസിൻ ആണല്ലേ, ആണോ? ആണ്. അപ്പൊ ഫാർമക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാല് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അണുക്കളെ നശിപ്പിക്കാൻ വേണ്ടി നമുക്ക് ഏതൊക്കെ ആന്റിബയോട്ടിക്സുകൾ, ഏതൊക്കെ ആന്റി ഡ്രഗ്സുകൾ യൂസ് ചെയ്യാം, അത് എങ്ങനെയൊക്കെ യൂസ് ചെയ്യാമെന്നൊക്കെ റിസർച്ച് ചെയ്യുന്ന ഒരു കൂട്ടം സയന്റിസ്റ്റുകള്, അവരുടെ സഹായം ആവശ്യം, അങ്ങനെയുള്ള ഒരു ഫാർമക്കോളജിസ്റ്റിന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരിക്കും. നെക്സ്റ്റ് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. എന്താണ്? നമുക്ക് സ്റ്റെറിലൈസേഷൻ ചെയ്യുന്നതില് അതല്ലെങ്കിൽ സാനിറ്റൈസേഷൻ ചെയ്യുന്നത് ഒരുപാട് മെറ്റീരിയൽ, വാഷിംഗ് ചെയ്യുന്നതിന് ക്ലീനിങ് ചെയ്യുന്നതിൽ ഒരുപാട് മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരും അല്ലേ. എന്താണ്? ഒരു വാഷ് ചെയ്യണം, ക്ലീനിങ് ചെയ്യണമെങ്കിൽ എന്താണ്? ലിക്വിഡുകൾ അല്ലെ, കെമിക്കൽ ലിക്വിഡ്സുകള്, അതിനുള്ള മെറ്റീരിയൽസ് അല്ലെ, മോപ്പുകള് അല്ലേ, ബക്കറ്റുകള്, അങ്ങനെയുള്ള ഒരുപാട് സാധനങ്ങള് മെറ്റീരിയൽസ് ആവശ്യമായിട്ടുണ്ട്. ഇപ്പൊ എന്താണ്? സ്റ്റെറിലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി എക്യുപ്മെന്റ്സുകളൊക്കെ ഇല്ലേ ഉണ്ട്. അപ്പൊ അതിനുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമല്ലേ. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ട് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റിന്റെ സഹായം അവർക്ക് ആവശ്യമായിട്ട് വരും. ചാപ്റ്റർ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ 25. നെക്സ്റ്റ് ആരാണ് ഇതിലെ മെമ്പർ ആയിട്ട് വരുന്നത്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്. ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാൻ ഒരു നഴ്സിന്റെ സേവനം ഉണ്ട് അവർക്ക്. പിന്നെ ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ ഉണ്ടായിരിക്കും. ആരൊക്കെയാണ് ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലുള്ളത്? ഒരു ചെയർപേഴ്സൺ ഉണ്ടായിരിക്കും. അത് ആരായിരിക്കും? ആ ഹോസ്പിറ്റലിന്റെ മേലധികാരി അല്ലെങ്കിൽ മേധാവി ആയിരിക്കും ചെയർപേഴ്സൺ. നെക്സ്റ്റ് മെമ്പർ ഓഫ് സെക്രട്ടറി, ഒരു സീനിയർ ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആയിരിക്കും സെക്രട്ടറി ആയിട്ട് വരുന്നത്. പിന്നെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കില്ല, അംഗങ്ങൾ അത് ആരൊക്കെ ആയിരിക്കും? മാനേജ്മെന്റിലോ അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിലുള്ള ഒരു പ്രതിനിധികളായിരിക്കും മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ്, ഇതിനാവശ്യമായി വരുന്ന ഫെസിലിറ്റീസിന്റെ സൗകര്യങ്ങൾ. നെക്സ്റ്റ് സപ്പോർട്ടിംഗ് സർവീസുകൾ. എന്താണ്? നമുക്ക് വരുന്ന ഹോസ്പിറ്റലിൽ വരുന്ന നോസോകോമിയൽ ഇൻഫെക്ഷൻസ് തടയുന്നതിനെ അവർക്ക് വേണ്ട പിന്തുണയ്ക്കുന്ന സേവനങ്ങള്, അവർക്ക് അതിനെ സഹായിക്കുന്ന സേവനങ്ങൾ ഏതൊക്കെയാണ്? OT ഓർ CSSD. നെക്സ്റ്റ് എന്താണ്? ക്ലീനിങ്ങിന് അല്ലെങ്കിൽ സാനിറ്റേഷനൊക്കെ വേണ്ടിയിട്ട്
ഹൗസ് കീപ്പിംഗ്, സാനിറ്റേഷൻ, എഞ്ചിനീയറിംഗ്, ഫാർമക്കോളജിസ്റ്റ് എന്താണ് മെഡിസിൻസുകള്, ഡ്രഗ്സുകൾ അത് എങ്ങനെ യൂസ് ചെയ്യണം, അത് ഒരു ഇൻഫെക്ഷൻ വന്നാല് അതിന് ഏത് മരുന്നാണ്, ഏത് ആന്റിബയോട്ടിക്സ് ആണ് യൂസ് ചെയ്യേണ്ടത്, അതൊക്കെ റിസർച്ച് ചെയ്യുന്ന സയന്റിസ്റ്റ്, അതാണ് ഫാർമക്കോളജിസ്റ്റ്. നെക്സ്റ്റ് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് എന്താണ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ സാനിറ്റേഷന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ മെറ്റീരിയൽ ആവശ്യമായിട്ട് വരും, അതല്ലെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ ആവശ്യമായിട്ട് വരും, അതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടി സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ആരാണ് ഇൻഫെക്ഷൻ കമ്മിറ്റിയിലുള്ളത്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ് ഉണ്ടായിരിക്കും, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ക്ലിയർ ആയോ? ഇൻഫെക്ഷൻ കമ്മിറ്റിയിലുള്ളത്, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിലുള്ളത്. ഓക്കെ. നെക്സ്റ്റ് ഡ്യൂട്ടീസ് ആയിരിക്കും അല്ലെ, ഒരു റോൾ ഓഫ് ദി ഇൻഫെക്ഷൻ കൺട്രോൾ ടീം. ഇൻഫെക്ഷൻ കൺട്രോൾ ടീമിന്റെ റോള്, പങ്ക്, അവരുടെ റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങൾ എന്തൊക്കെയാണ്? The infection control program is liable for എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാമിന്റെ ബാധ്യതകള്, ഉത്തരവാദിത്തങ്ങള് to oversee, coordinate all infection control activities to ensure an effective program. എന്താണ് ഫലപ്രദമായ ഒരു പ്രോഗ്രാം. പ്രോഗ്രാം ഉദ്ദേശിക്കുന്നത് എന്തായിരിക്കും? ഇൻഫെക്ഷനിൽ നിന്ന് അല്ലെ അണുവിമുക്തമാക്കുന്നതിന് അല്ലെ, ഒരു ഇൻഫെക്ഷൻ ബാധിക്കാതിരിക്കുക അല്ലെ ഒരു ഹോസ്പിറ്റലില്, അതല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന് ഇൻഫെക്ഷൻ ബാധിക്കാൻ ഉപയോഗിക്കുന്ന എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസും, പ്രവർത്തനങ്ങളും എന്താണ് ഏകോപിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക. അപ്പൊ എന്താണ് ഒരു ഇൻഫെക്ഷൻ വന്നാല് അത് മാറ്റുന്നതിന് വേണ്ടിയിട്ടില്ലേ, അത് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് എന്തൊക്കെ പ്രവർത്തനങ്ങൾ ആവശ്യമായിട്ട് വരും? ചിലപ്പോ സാനിറ്റേഷൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ സ്റ്റെറിലൈസേഷൻ ചെയ്യേണ്ടി വരും, അതല്ലെങ്കിൽ എന്താണ് ഐസൊലേഷൻ റൂമിൽ താമസിപ്പിക്കേണ്ടി വരും അല്ലെ. പല പ്രവർത്തനങ്ങൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ആ ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആണോ? ആണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ എന്താണ് ഒരു നിപ്പ സ്ഥിരീകരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് കൺട്രോൾ ചെയ്യാൻ ഇവർ എന്തൊക്കെ മാർഗങ്ങൾ സ്വീകരിക്കണം? സ്റ്റെറിലൈസേഷൻ ചെയ്യണം അല്ലേ, ആ പേഷ്യന്റ് ഉപയോഗിച്ച എക്യുപ്മെന്റ്സുകൾ, അതല്ലെങ്കിൽ ആ പേഷ്യന്റിനെ കിടത്തിയ റൂമുകൾ അല്ലെ സാനിറ്റൈസേഷൻ ചെയ്യണം, സ്റ്റെറിലൈസേഷൻ ചെയ്യണം. പിന്നെ എന്താണ് ആ പേഷ്യന്റിനെ എന്താണ് ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കണം അല്ലെ ഹോസ്പിറ്റലില്. വേണോ? ഐസൊലേറ്റ് ചെയ്ത് താമസിപ്പിക്കണം. പിന്നെ എന്താണ് അവരുടെ അടുത്തേക്ക് പറഞ്ഞേക്കുന്ന സ്റ്റാഫുകൾക്ക് പ്രത്യേക പ്രൊട്ടക്ഷൻ അല്ലെ, PPE കിറ്റുകൾ ധരിപ്പിക്കണം അവരെ. PPE കിറ്റുകൾ. അപ്പൊ എന്താണ് പല പ്രവർത്തനങ്ങൾ കൊണ്ടാണ് നമുക്കൊരു ഇൻഫെക്ഷനെ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ അല്ലെ. ആണോ? ആണ്. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിന് മേൽനോട്ടം വഹിക്കുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഇപ്പൊ ഓക്കെ. നെക്സ്റ്റ് എടുത്തോട്ടെ മിസ്സിന്റെ നെക്സ്റ്റ് സെന്റൻസ്. നെക്സ്റ്റ് ഓർഗനൈസ് an epidemiological monitoring program for nosocomial infections. എപ്പിഡെമോളജിക്കൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാംക്രമിക രോഗശാസ്ത്രം എന്നാണ്. സാംക്രമിക അപ്പൊ ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ ഏത് വിഭാഗത്തിൽ പെടുന്നതാണ്? ഇങ്ങനെയുള്ള എപ്പിഡെമോളജിക്കലിൽ പെടുന്നതാണ്, സാംക്രമിക രോഗശാസ്ത്രങ്ങളിൽ പെടുന്നതാണ് നോസോകോമിയൽ. എന്താണ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അല്ലേ? ആണോ? ആണ്. അങ്ങനെയുള്ള കമ്മ്യൂണിക്കബിൾ ഡിസീസസ് നോസോകോമിയൽ ഇൻഫെക്ഷൻസിനുള്ള മോണിറ്റർ ചെയ്യാനുള്ള, നിരീക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങള് സംഘടിപ്പിക്കുക. ക്ലിയർ ആയോ? ഇപ്പൊ ഒരു ഹോസ്പിറ്റലില് ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻസ് റിപ്പോർട്ട് ചെയ്ത്, അപ്പൊ എന്താണ് ഇപ്പൊ ഇങ്ങനെയുള്ള സാംക്രമിക രോഗശാസ്ത്രങ്ങളുടെ നിയമം അനുസരിച്ച്, റൂൾ അനുസരിച്ച് അതിനെന്താണ് നിരീക്ഷിച്ച് ഒബ്സർവ് ചെയ്ത് ആ ഇൻഫെക്ഷന് വേണ്ട പ്രിക്കോഷൻസ്, മുൻകരുതലുകൾ, അത് കൺട്രോൾ ചെയ്യാനുള്ള പ്രവർത്തനങ്ങളൊക്കെ മോണിറ്റർ ചെയ്യുക. ക്ലിയർ ആയോ?
നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഇപ്പൊ പറഞ്ഞ പോലെ ഒരു നിപ്പ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലില് ഒരു നിപ്പ വൈറസ് അല്ലെങ്കിൽ ഒരു കൊറോണ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അതെന്താണ് തടയുന്നതിന് വേണ്ട മാർഗങ്ങള് അതെന്തനുസരിച്ച് ഈ സാംക്രമിക രോഗശാസ്ത്രം അനുസരിച്ച് അതിനു വേണ്ട പ്രവർത്തനങ്ങള് നടപ്പിലാക്കുക. ക്ലിയർ ആയോ? Okay. Next, participate with the pharmacy to develop a program supervise the use of anti-infection drugs. നമുക്ക് എന്താണ് ഫാർമസിയിൽ നമുക്ക് ഈ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിന് യൂസ് ചെയ്യേണ്ട ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ? ഉണ്ടായിരിക്കും. അത് നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഹോസ്പിറ്റലില് ആ ഡ്രഗ്സുകൾ നമുക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത്? ഫാർമസിയിൽ. അപ്പൊ അങ്ങനെയുള്ള ആന്റി ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ആന്റിബയോട്ടിക്സ് മരുന്നുകളുടെ മേൽനോട്ടത്തിനായി ഫാർമസിയുമായി അവരുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക, പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ക്ലിയർ ആയോ? നമുക്ക് ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റി ഇൻഫെക്ഷൻ മരുന്നുകളുടെ മേൽനോട്ടത്തിനായി ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. എന്താണ് ഇപ്പൊ ഒരു ആന്റിബയോട്ടിക്സ്, ഒരു ഇൻഫെക്ഷൻ ആന്റിബയോട്ടിക്സ് അതെങ്ങനെ ഉപയോഗിക്കണം, ആ രോഗി എത്ര അളവിൽ ഉപയോഗിക്കണം, ആ ഇൻഫെക്ഷന് വേണ്ടി ഏത് മരുന്നാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉണ്ടല്ലേ? ഇപ്പൊ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ അതിന് ഏത് മെഡിസിൻ ആണ് ഉപയോഗിക്കേണ്ടത്, അത് എത്ര നേരം ഉപയോഗിക്കണം എന്നൊക്കെ ഒരു അളവുണ്ടല്ലേ? എപ്പോഴും യൂസ് ചെയ്യാൻ പറ്റുമോ? ചിലപ്പോ എന്താണ് ദിവസത്തിൽ 2 നേരമൊക്കെ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റി ഡ്രഗ്സുകൾ, ആന്റി ഇൻഫെക്ഷൻ മരുന്നുകളുടെ മേൽനോട്ടത്തിനായി ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. ക്ലിയർ ആയോ? ഫാർമസിക്ക് അതിനു വേണ്ട ഇൻഫർമേഷൻസ് കൊടുക്കാൻ അല്ലെ, ആ മരുന്നുകളെ കുറിച്ച് ഉള്ള ഇൻഫർമേഷൻസ് ഒക്കെ കൊടുക്കാനായിട്ട് ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. ക്ലിയർ ആയില്ല എന്നാണോ പറഞ്ഞത്? ഇപ്പൊ എന്താണ് ഒരു ക്ലിയർ ആയി? ഓക്കെ, യെസ്, ക്ലിയർ ആയോ? എന്താണ് ഫാർമസിയിലുള്ള ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റി ഇൻഫെക്ഷൻ മരുന്നുകളുടെ മേൽനോട്ടത്തിനായി അല്ലെ, അത് എത്ര അളവിലുണ്ട്, അത് ഏതൊക്കെ പേഷ്യൻസിനാണ് കൊടുക്കുന്നത്, അങ്ങനെയുള്ള മേൽനോട്ടത്തിനായി ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. ഇവരെന്താണ് അതൊരു സൂപ്പർവൈസ് ചെയ്യുക. ക്ലിയർ ആയോ എല്ലാവർക്കും? നെക്സ്റ്റ്, make sure that patient care practices are appropriate to the level of patient risk. എന്താണ് രോഗി പരിചരണ രീതികളില് എന്താണ് ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ, ഒരു രോഗിക്ക് ഒരു ഇൻഫെക്ഷൻ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ കൊടുക്കാം അല്ലെ? അതെന്താണ്, അത് ആ രോഗിക്ക് അപകട സാധ്യതയില്ലാത്തതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. എന്താണ് അവർക്ക് ആ മെഡിസിൻ കഴിച്ചത് കൊണ്ട് എന്തെങ്കിലും സൈഡ് എഫക്റ്റുകൾ ഉണ്ടോ, അതല്ലെങ്കിൽ എന്തെങ്കിലും റിയാക്ഷൻ സംഭവിക്കാൻ സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള അപകട സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ട് അവർക്ക് അതിനുള്ള മെഡിസിൻസ് കൊടുക്കുക. ക്ലിയർ ആയോ? രോഗി പരിചരണ രീതികളില് പേഷ്യൻസിന്റെ അപകട സാധ്യതയുടെ നിലവാരത്തിന് അനുയോജ്യമാണെന്ന് ഉറപ്പുവരുത്തുക. എന്താണ് അവർക്ക് കൊടുക്കുന്ന ആന്റിബയോട്ടിക്സുകൾ അല്ലെങ്കിൽ ആന്റി ഇൻഫെക്ഷൻ ഡ്രഗ്സുകൾ അവർക്ക് ഒരു ബുദ്ധിമുട്ടും ഒരു സൈഡ് എഫക്റ്റും ഉണ്ടാക്കുന്നതല്ല എന്ന് എന്താണ് ഇവര് ഉറപ്പുവരുത്തുക. ക്ലിയർ ആയോ? ഇപ്പൊ കൊറോണ സമയത്ത് കണ്ടുപിടിച്ചതാണ് വാക്സിൻ. കണ്ടുപിടിച്ചോ? കൊറോണയുടെ വാക്സിൻ കണ്ടുപിടിച്ചില്ലേ? കണ്ടുപിടിച്ചിട്ട് ഇപ്പൊ എന്താണ് പലരും ആ വാക്സിൻ പലരും അത് കുത്തിവെച്ചില്ലേ? ഇപ്പൊ ഞാനൊക്കെ എടുത്തിട്ടുണ്ട് കൊറോണയുടെ വാക്സിൻ. ഇപ്പൊ എന്താണ് ഇപ്പൊ ഭൂരിഭാഗം ആളുകളും പറയുന്നുണ്ട് എന്താണ്
ആ വാക്സിൻ എടുത്തുകൊണ്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ? പറയുന്നുണ്ടോ? കേട്ടിട്ടുണ്ടോ? സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട്. അതെന്താണ്? അവര് പരീക്ഷിച്ച് നോക്കിയിരുന്നവര് ആ സമയത്ത് അവര് ആ വാക്സിൻ കണ്ടുപിടിച്ച് അവരാരെങ്കിലും ഒക്കെ പരീക്ഷിച്ച് നോക്കിയോ? ഇല്ല അല്ലെ? അവരെന്താണ് ആ കൊറോണ ഇറങ്ങിയ സിറ്റുവേഷനിൽ അവരൊരു മരുന്ന് ഒരു വാക്സിൻ കണ്ടുപിടിച്ച് അത് തന്നെ അല്ലെ മറ്റുള്ളവർക്ക് ജനങ്ങൾക്ക് അവര് വാക്സിൻ കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ എന്താ? അപ്പൊ ഇപ്പൊ ഇതില് പറയുന്നത് എന്താ? അങ്ങനെയുള്ള ഡ്രഗ്സുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മരുന്നുകളൊക്കെ എന്താണ്? ഇൻഫെക്ഷന് വേണ്ട രോഗി പരിചരണത്തിന്, അതായത് ഒരു ഇൻഫെക്ഷൻ ഒരു രോഗിക്ക് വന്നു കഴിഞ്ഞാൽ അതിനുപയോഗിക്കുന്ന മെഡിസിൻസുകളുടെ അപകട സാധ്യതയെ പരിശോധിച്ചതിന് ശേഷം എന്താണ് ആളുകൾക്ക് പേഷ്യൻസിന് നൽകുക. അത് കൊടുത്തത് കൊണ്ട് അവർക്ക് യാതൊരു സൈഡ് എഫക്റ്റും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല എന്ന് മനസ്സിലാക്കിയതിന് ശേഷം എന്താണ് പേഷ്യൻസിന് നൽകുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? നെക്സ്റ്റ്, check the efficacy of the method of disinfection and sterilization and efficacy of system. എന്താണ്? ഇപ്പൊ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് അല്ലെങ്കിൽ തടയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല മാർഗങ്ങൾ സ്വീകരിക്കാറുണ്ട് അല്ലെ? എന്താണ്? വാഷിംഗ് ചെയ്യാറുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യാറുണ്ട്, സാനിറ്റൈസേഷൻ ചെയ്യാറുണ്ട്, ഡിസ്ഇൻഫെക്ഷൻ ചെയ്യാറുണ്ട് അല്ലെ? പല പ്രോസസ്സും ചെയ്യാറുണ്ട്. അതെന്താണ്? കാര്യക്ഷമമായി അതല്ല ഫലപ്രാപ്തിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ ആയോ? ഹോസ്പിറ്റലുകളില് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാറ്റുന്ന ആ ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് അല്ലെ അതല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ പല രീതികളും അല്ലെ ഇപ്പൊ സാനിറ്റൈസേഷൻ ചെയ്യാറുണ്ട്, സ്റ്റെറിലൈസേഷൻ ചെയ്യാറുണ്ട്, വാഷിംഗ് ചെയ്യാറുണ്ട് അല്ലെ? അങ്ങനെയുള്ള പല രീതികളും സ്വീകരിക്കാറുണ്ട്. അവ കാര്യക്ഷമമായി ഫലപ്രാപ്തിയിൽ നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ക്ലിയർ ആയോ? അത് നെക്സ്റ്റ്, developed to enhance hospital cleanliness, taking part in development and provision of teaching program for the medical, nursing and associated health personnel as well as other categories of staff. എന്താണ്? ഇപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് ഇൻഫെക്ഷൻസ് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ക്ലീൻലിനെസ് എന്താണ്? ശുചിത്വ പരിപാടികളെ കുറിച്ച് അവിടെയുള്ള മെഡിക്കൽ സ്റ്റാഫിനും ഹെൽത്ത് പേഴ്സൺസിനും അതല്ല അതർ കാറ്റഗറി സ്റ്റാഫുകൾക്ക് എന്താണ്? ട്രെയിനിങ്ങുകൾ കൊടുക്കുക, ടീച്ചിങ് പ്രോഗ്രാമുകൾ കൊടുക്കുക. ക്ലിയർ ആയോ? ഒരു ഇൻഫെക്ഷന് ഇപ്പൊ എന്താണ്? സാനിറ്റൈസേഷൻ ചെയ്യേണ്ട രീതികളെ കുറിച്ച് അതല്ലെങ്കിൽ സ്റ്റെറിലൈസ് ചെയ്യേണ്ട രീതികളെ കുറിച്ച് അല്ലെങ്കിൽ വാഷ് ചെയ്യേണ്ട രീതികളെ കുറിച്ച് അതല്ലെങ്കിൽ ഓരോ വേസ്റ്റുകളും എങ്ങനെയാണ് ഡിസ്പോസ് ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ച് അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് എന്താണ് അവിടുത്തെ ഹെൽത്ത് സ്റ്റാഫുകൾക്ക് ഇപ്പൊ മെഡിക്കൽ സ്റ്റാഫുകൾ ഡോക്ടർ ഉണ്ടാവും, നഴ്സ് ഉണ്ടാവും, ലാബിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും, സ്കാനിങ് സെക്ഷനിൽ അങ്ങനെയുള്ള മെഡിക്കൽ സ്റ്റാഫുകൾക്കല്ലാതെ അതർ കാറ്റഗറിയിൽ പെടുന്ന സ്റ്റാഫുകൾക്കും അതിനുവേണ്ട ടീച്ചിങ് പ്രോഗ്രാമുകൾ ട്രെയിനിങ്ങുകൾ കൊടുക്കുക. എന്താണ്? ക്ലീനിങ്ങിന് സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, അറ്റൻഡേഴ്സ് ഉണ്ടാവും അല്ലെ, അഡ്മിനിസ്ട്രേഷൻ സെക്ഷനിൽ സ്റ്റാഫുകൾ ഉണ്ടാവും അല്ലെ, ഒരുപാട് സെക്ഷനിൽ സ്റ്റാഫുകളില്ലേ ഹോസ്പിറ്റലിൽ? മെഡിക്കൽ ആണെങ്കിലും നോൺ മെഡിക്കൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പൊ ആ സ്റ്റാഫുകൾ ഹോസ്പിറ്റലിലെ എല്ലാ സ്റ്റാഫുകൾക്കും ശുചിത്വ പരിപാടിയെ കുറിച്ച് ഒരു ഇൻഫെക്ഷൻ പടരാതിരിക്കാൻ അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ വരുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടുള്ള ശുചിത്വ പരിപാടികളെ കുറിച്ച് ടീച്ചിങ് പ്രോഗ്രാമുകൾ അല്ലെങ്കിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുക. ക്ലിയർ ആയോ? അത് next, provide expert analysis and leadership assistance for smaller institutions. എന്താണ്? ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞത് ഇവിടെ എന്തായിരിക്കും ഉദ്ദേശിക്കുന്നത്? ചെറിയ ഹോസ്പിറ്റൽ ആയിരിക്കും അല്ലെ, ചെറിയ ചെറിയ ക്ലിനിക്കുകളൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ വീടിന്റെ പരിസരത്ത്, ഓരോ ലൊക്കാലിറ്റിയില് ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് ഒക്കെ നൽകുന്ന ഹെൽത്ത് ക്ലിനിക്കുകളൊക്കെ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള
ചെറിയ സ്ഥാപനങ്ങൾക്ക്, ചെറിയ ഹോസ്പിറ്റലുകൾക്ക് എന്താണ് ഈ നോസോകോമിയൽ ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ HAI ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായവും നൽകുക. എന്താണ് അവർക്ക് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിനെ എങ്ങനെയൊക്കെ തടയാം, അത് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് എന്തൊക്കെ പ്രിക്കോഷൻസ് സ്വീകരിക്കാം എന്ന കാര്യങ്ങളെ കുറിച്ച് വിദഗ്ധ വിശകലനവും നേതൃത്വ സഹായം, അല്ലെങ്കിൽ ഒരാൾക്ക് അവിടെ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അത് കൈകാര്യം ചെയ്യുന്നതിന് അല്ലെ ആ ഇൻഫെക്ഷനെ കൈകാര്യം ചെയ്യുന്നതിനുള്ള നേതൃത്വ സഹായവും നൽകുക. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ഫസ്റ്റ് ഒന്നുകൂടെ നോക്കിയ മിസ് പറഞ്ഞുതരാം. ടു ഓവർസീ കോർഡിനേറ്റ് ഓൾ ഇൻഫെക്ഷൻസ്. എന്താണ് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാല് ആ ഇൻഫെക്ഷൻ ചെയ്യുന്നതിനുള്ള അത് കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് ഇഫക്റ്റീവായ ഒരു പ്രോഗ്രാമായിട്ട് ഒരു പ്രവർത്തനമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ഇൻഫെക്ഷൻ കൺട്രോൾ ആക്ടിവിറ്റീസുകളും ഏകോപിപ്പിക്കുന്നതിനുള്ള എന്താണ് മേൽനോട്ടം വഹിക്കുക. ഇപ്പൊ എന്താണ് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അതിലെന്താണ് അത് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താണ് പല മാർഗങ്ങൾ സ്വീകരിക്കും അല്ലെ. സാനിറ്റൈസേഷൻ ചെയ്യും, സ്റ്റെറിലൈസ് ചെയ്യും, വാഷിംഗ് ചെയ്യും അല്ലെ. അങ്ങനെ പല മാർഗങ്ങൾ സ്വീകരിക്കും. അങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നതിനുള്ള എന്താണ് മേൽനോട്ടം വഹിക്കുക. നെക്സ്റ്റ് എന്താണ് ഒരു ഇൻഫെക്ഷൻ, ഒരു നോസോകോമിയൽ ഇൻഫെക്ഷൻസ് ഒരു ഹോസ്പിറ്റലില് സ്ഥിരീകരിച്ചു കഴിഞ്ഞാല്, റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാല് ഈ എപ്പിഡമിയോളജി അതായത് സാംക്രമിക രോഗശാസ്ത്രം അനുസരിച്ച് അത് കൈകാര്യം ചെയ്യുന്നതിനുള്ള പ്രവർത്തനങ്ങൾ മോണിറ്റർ ചെയ്യുക. നെക്സ്റ്റ് എന്താണ് ഫാർമസിയില് പറഞ്ഞോ അഞ്ജു. അതിൽ ഏതൊക്കെയാണ് മിസ് പറഞ്ഞിരിക്കുന്നത്? ഓപ്ഷൻ ആയിട്ട് വിച്ച് ഈസ് നോട്ട് ഇൻക്ലൂഡഡ് എന്നല്ലേ പറഞ്ഞേക്കുന്നത്. വിച്ച് ഈസ് ഓപ്ഷൻ മിസ് ഏതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ക്വസ്റ്റ്യനിലെ ഓപ്ഷൻ പറഞ്ഞിരിക്കുന്നത് ഓപ്ഷൻ പറയോ? ഓൾ ഓഫ് ദി അബവ് ഉണ്ട് അതില് ആൻസർ. ഓൾ ഓഫ് ദി അബവ് എന്ന് മിസ് കൊടുത്തിട്ടുണ്ട് ഓപ്ഷൻ ഡി ആയിട്ട്. അപ്പൊ അതായിരിക്കും ആൻസർ. ഓൾ ഓഫ് ദി അബവ് എല്ലാം പെടുന്നതാണെങ്കിൽ. മിസ് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് കറക്റ്റ് ചെയ്യാം കേട്ടോ. മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോ ഒന്ന് നോക്കട്ടെ കേട്ടോ. മിസ്സിന്റെ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് മിസ് പറഞ്ഞുതരാം. ഓക്കെ. മിസ് നോക്കട്ടെ, ക്വസ്റ്റ്യൻ ഒന്നുകൂടി നോക്കട്ടെ കേട്ടോ, വെരിഫൈ ചെയ്യട്ടെ. മോക്ക് ടെസ്റ്റിന്റെ അല്ലേ, മിസ് ഒന്നുകൂടി നോക്കിയിട്ട് പറയാം കേട്ടോ. ഓപ്ഷൻ ഏതൊക്കെയാണ് തന്നിരിക്കുന്നത് മിസ്, അത് പറയാമോ? നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് നോക്കിയിട്ട് പറഞ്ഞുതരാം. ടൈം കളയണ്ട കേട്ടോ. മിസ് നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കിയിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ തിരുത്തി തരാം കേട്ടോ. നെക്സ്റ്റ് എന്താണ് പാർട്ടിസിപ്പേറ്റ് എന്താണ് ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ എന്തിനു വേണ്ടിയിട്ട് ആന്റിബയോട്ടിക്സുകൾ, ആന്റി ഡ്രഗ്സുകളുടെ മേൽനോട്ടത്തിന് വേണ്ടി ഫാർമസിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുക. നെക്സ്റ്റ് എന്താണ് നമ്മൾ ഹോസ്പിറ്റലില് പേഷ്യൻസിന് കൊടുക്കുന്ന അല്ലെ, എന്താണ് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാല് ഒരു പേഷ്യന്റിന് കൊടുക്കുന്ന മരുന്നുകളില് എന്താണ് പേഷ്യന്റിന് കൊടുക്കുന്ന പരിചരണത്തിൽ എന്താണ് അപകട സാധ്യതയുടെ നിലവാരം അനുയോജ്യമാണെന്ന്. അവർക്ക് എന്താണ് ഒരു അപകട സാധ്യതയും ഇല്ല ആ മരുന്ന് കഴിക്കുന്നത് കൊണ്ട്, അതല്ലെങ്കിൽ അവർക്ക് ആ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട്
യാതൊരു അപകട സാധ്യതയില്ല എന്ന് ഉറപ്പുവരുത്തുക. നെക്സ്റ്റ് എന്താണ്? ഒരു ഇൻഫെക്ഷൻ തടയുന്നതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഡിസ്ഇൻഫെക്ഷൻ, സാനിറ്റൈസേഷൻ, സ്റ്റെറിലൈസേഷൻ, വാഷിംഗ് അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ നല്ല കാര്യക്ഷമമായാണ് അല്ലെങ്കിൽ ഫലപ്രാപ്തിയിലാണ് നടക്കുന്നതെന്ന് ചെക്ക് ചെയ്യുക. നെക്സ്റ്റ് എന്താണ്? ഒരു ഹോസ്പിറ്റൽ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഇൻഫെക്ഷൻ പകരാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകൾക്ക് ക്ലീനിങ്ങുമായി ബന്ധപ്പെട്ട് എന്താണ്? ശുചിത്വവുമായി ബന്ധപ്പെട്ട ടീച്ചിങ് പ്രോഗ്രാമുകളും ട്രെയിനിങ് പ്രോഗ്രാമുകളും നൽകുക. പിന്നെ എന്താണ്? ചെറിയ ചെറിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ചെറിയ ചെറിയ ഹോസ്പിറ്റലുകൾക്ക് ഈ ഇൻഫെക്ഷൻസിനെ കുറിച്ചുള്ള വിദഗ്ധ വിശകലനം അല്ലെ, അവർക്ക് എന്താണ് അതിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം അല്ലെ. ഇന്നൊക്കെ ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ട്, അതിന് ഇന്ന പ്രിക്കോഷൻസ് ആണ് സ്വീകരിക്കേണ്ടത്, അത് കൺട്രോൾ ചെയ്യാനായിട്ട് നിങ്ങൾ ഇന്ന മാർഗങ്ങൾ സ്വീകരിക്കണം, അത് സ്പ്രെഡ് ചെയ്യുന്നതിനുള്ള രീതികൾ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞുള്ള വിദഗ്ധ വിശകലനവും അതിനുവേണ്ട നേതൃത്വ സഹായവും നൽകുക. ക്ലിയർ ആയോ? നെക്സ്റ്റ് ഓക്കെ, ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നത് ആരൊക്കെയാണ്? ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആ ഇൻസ്റ്റിറ്റ്യൂഷന്റെ ആ ഹോസ്പിറ്റലിന്റെ മേധാവിയായിരിക്കും. നെക്സ്റ്റ് സെക്രട്ടറി ആയിരിക്കും ഒരു ചെയർപേഴ്സന്റെ അണ്ടറിൽ വരുന്നത്. അപ്പൊ സെക്രട്ടറി ആരാണ്? സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ്. എന്താണ്? ഇൻഫെക്ഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ ഇവിടെ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ഒരു സീനിയർ മൈക്രോബയോളജിസ്റ്റ് ആണ് സെക്രട്ടറി. നെക്സ്റ്റ് മെമ്പേഴ്സ് ആരൊക്കെയായിരിക്കും? ഒരു സെക്രട്ടറി, നമ്മ പറയില്ലേ പ്രസിഡന്റ്, സെക്രട്ടറി, അങ്ങനെയാണല്ലേ നമ്മ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നത്. ആണോ? ആണ്. പിന്നെ അതുകൂടാതെ മറ്റുള്ള അംഗങ്ങൾ ഉണ്ടാവും അല്ലെ. അപ്പൊ ഇതിലെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് മാനേജ്മെന്റിലോ അതല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷനോ സെക്ഷനിലുള്ള പ്രതിനിധികളായിരിക്കും. നെക്സ്റ്റ് റെലവന്റ് മെഡിക്കൽ ഫാക്കൽറ്റീസ് എന്ന് വെച്ചാല് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പ്രസക്തമായ ഏതൊക്കെ ഫെസിലിറ്റീസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് അതിൽ പെടുന്നത്. നെക്സ്റ്റ് സപ്പോർട്ടിംഗ് സർവീസുകൾ എന്താണ്? സപ്പോർട്ടിംഗ് ആയിട്ട് നമുക്ക് ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റികൾക്ക് എന്താണ് ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടി പിന്തുണയ്ക്കുന്ന സേവനങ്ങൾ എന്താണ് ആ ഇൻഫെക്ഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് അല്ലെ. എന്തൊക്കെയാണ്? OTO, CSSD എന്താണ്? ഓപ്പറേഷൻ തിയേറ്റർ ഓർ CSSD എന്താണ്? സെൻട്രൽ സ്റ്റെറൈൽ സപ്ലൈ ഡിപ്പാർട്ട്മെന്റ്. നിങ്ങൾക്ക് പഠിക്കാനുണ്ട് അല്ലെ ഒരു ചാപ്റ്റർ ആയിട്ട്. സ്റ്റെറിലൈസ് ചെയ്യുന്ന പ്രോസസ്സുമായി ബന്ധപ്പെട്ട് അല്ലെ, സ്റ്റെറിലൈസേഷൻ ഡിപ്പാർട്ട്മെന്റ്. പിന്നെ എന്താണ്? ഹൗസ് കീപ്പിംഗ് ഓർ സാനിറ്റേഷൻ, അതെന്തിനു വേണ്ടിയിട്ടാണ്? ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് അല്ലെ. വാഷിംഗ്, ക്ലീനിങ് അതിന് വേണ്ടിയിട്ടൊക്കെ. പിന്നെ എന്താണ്? എഞ്ചിനീയറിംഗ്. പിന്നെ എന്താണ്? ഫാർമക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞാല് ഒരു മരുന്ന് ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ മരുന്ന് എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നതിനൊക്കെ വേണ്ടിയിട്ട് ഫാർമക്കോളജിസ്റ്റ്. നെക്സ്റ്റ് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ് എന്താണ്? ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ വാഷിങ്ങിന് വേണ്ടിയിട്ട് അതല്ലെങ്കിൽ ഒരു സ്റ്റെറിലൈസേഷൻ പ്രോസസ്സ് നടത്തുന്നതിന് വേണ്ടി നമുക്ക് പല എക്യുപ്മെന്റ്സുകളും പല മെറ്റീരിയൽസ് ആവശ്യമായിട്ട് വരൂല്ലേ. അപ്പൊ അതൊക്കെ ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ എന്താണ്? ഹോസ്പിറ്റലില് ഇങ്ങനെയുള്ള സാധനങ്ങൾ സൂക്ഷിക്കുന്നത് എവിടെയായിരിക്കും? സ്റ്റോർ റൂമിലായിരിക്കും അല്ലേ. അതിന് വേണ്ടിയിട്ട് സ്റ്റോർ ഓഫീസർ ഓർ മെറ്റീരിയൽ ഡിപ്പാർട്ട്മെന്റ്. നെക്സ്റ്റ് ആരാണ്? ഇൻഫെക്ഷൻ കൺട്രോൾ നഴ്സ്, പിന്നെ ഇൻഫെക്ഷൻ കൺട്രോൾ ഓഫീസർ. ക്ലിയർ ആയോ? നെക്സ്റ്റ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഹാൻഡ് വാഷിംഗ് സ്റ്റെപ്സ്, കൈ കഴുകേണ്ട രീതികൾ. പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? കൊറോണ വന്നപ്പോ അല്ലെ പേപ്പറിലായാലും അഡ്വർടൈസ്മെന്റ് ആയാലും അതല്ലെങ്കിൽ നമ്മുടെ TV-യില് ആഡ് ആയിട്ടൊക്കെ കാണിച്ചുകൊണ്ടിരുന്ന പരിപാടികളാണ് അല്ലെ ഹാൻഡ് വാഷിംഗ് പ്രോസസ് അല്ലെ. ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. A detect amount of solution be taken in your hands എന്നാണ് നമ്മുടെ കയ്യില് ആവശ്യമായ നമ്മൾ കൈ കഴുകുന്നതിന് ആവശ്യമായ ഹാൻഡ് വാഷ് അല്ലെ എടുക്കുക.
റബ് പാം ടു പാം വിത്ത് ഫിംഗർ ഇന്റർലോക്ക്. എന്താണ് നമ്മുടെ കൈകള് ഇന്റർലോക്ക് ചെയ്ത് ഈ രീതിയിൽ എന്ത് ചെയ്യാം, ഇങ്ങനെ റബ്ബ് ചെയ്യുക, കുരിസുക. നെക്സ്റ്റ് റബ് ബാക്ക് ഓഫ് ദ ഫിംഗേഴ്സ് ടു ഓപ്പോസിറ്റ് പാം പാം ഇന്റർലോക്ക്. എന്താണ് ഇങ്ങനെ തിരിച്ചു കാണിട്ട് ഒരു കൈയിന്റെ മുകളിൽ അല്ലെ, കൈ തന്റെ മുകളിലായിട്ട് മറ്റേ കൈ ഇന്റർലോക്ക് വരുന്ന വിധം കഴുകുക. എന്താണ് കൈയിന്റെ ഈ വിരലിന്റെ ഉൾഭാഗം ബാക്ക് സൈഡ് ഒക്കെ വൃത്തിയാക്കുന്നത്, ഇൻഫെക്ഷൻ മാറ്റുന്നതിന് വേണ്ടിയിട്ട് കഴുകുക. നെക്സ്റ്റ് എന്താണ് റൊട്ടേഷണൽ റബ്ബിംഗ് ഓഫ് റൈറ്റ് തമ്പ് ഗ്രിപ്പ്ഡ് വിത്ത് ലെഫ്റ്റ് തമ്പ് ആൻഡ് വൈസ് വേഴ്സ. എന്താണ് നമ്മുടെ തള്ളവിരല്, ഒരു കൈയിന്റെ തള്ളവിരല് മറ്റേ കൈ ഇങ്ങനെ പിടിച്ചിങ്ങാട്ട് കഴുകുക. അതെന്താണ് നെക്സ്റ്റ് ഓപ്പോസിറ്റ് രീതിയിലും ഇപ്പുറത്തെ കൈയിലും തള്ളവിരലിൽ കൈവച്ച് കഴുകുക. നെക്സ്റ്റ് റൊട്ടേഷണൽ റബ്ബിംഗ് ബാക്ക്വേർഡ് ആൻഡ് ഫോർവേഡ് വിത്ത് ക്ലാസ്പ്ഡ് ഫിംഗർ ഓഫ് റൈറ്റ് ഹാൻഡ് ഇൻ ലെഫ്റ്റ് പാം ആൻഡ് കോൺട്രാവേഴ്സ്. എന്താണ് ഈ കൈയിന്റെ പാദത്തിന്റെ ഉൾഭാഗം മറ്റേ കൈയിന്റെ വിരല് വെച്ച് കാണിട്ട് റബ്ബ് ചെയ്യുക. അതെന്താണ് തിരിച്ചും ചെയ്യുക. ഇപ്പുറത്തെ കൈയിന്റെ പാദത്തിന്റെ ഉൾഭാഗം നമ്മുടെ എന്താണ് ഇപ്പുറത്തെ വിരല് വെച്ച് കാണിട്ട് റബ്ബ് ചെയ്യുക. നെക്സ്റ്റ് റബ്ബ് ബോത്ത് റിസ്റ്റ് റൊട്ടേഷനിൽ തിരിച്ച് നമ്മ ഒന്നും കൂടി രണ്ട് കൈയും കൂടി നന്നായി ഒന്ന് ഉരസുക. റബ്ബ് നെയിൽസ് ബൈ യൂസിങ് എ സോഫ്റ്റ് ബ്രഷ്. എന്താണ് ഒരു സോഫ്റ്റ് ആയിട്ടുള്ള മൃദുവായിട്ടുള്ള ബ്രഷ് വെച്ച് നമ്മുടെ രണ്ട് കൈയിന്റെ നഖങ്ങള് ബ്രഷ് ചെയ്യുക. എന്താണ് ബ്രഷിന്റെ ഉള്ളിലൊക്കെ എന്തെങ്കിലും അണുക്കളോ ഇൻഫെക്ഷനോ ഒക്കെ കയറിയിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. നെക്സ്റ്റ് വാഷ് ഹാൻഡ്സ് പ്രോപ്പർലി. അതിനുശേഷം നമ്മുടെ കൈകള് നല്ല രീതിയിൽ കഴുകുക, വെള്ളം ഉപയോഗിച്ച് കഴുകുക. ക്ലോസ് വാട്ടർ ടാപ്സ് വിത്ത് എൽബോ ആൻഡ് ഡ്രൈ ഹാൻഡ്സ് thoroughly. എന്താണ് നമ്മുടെ കൈ മുട്ട് വെച്ച് കാണിട്ട് ടാപ്പ് എന്താണ് ആ പൈപ്പ് കൂട്ടുക. ആൻഡ് ഡ്രൈ ഹാൻഡ്സ് thoroughly. എന്താണ് കൈ നല്ലവണ്ണം ഉണക്കുക. ക്ലിയർ ആയോ? കയ്യിൽ ഹാൻഡ് വാഷ് എടുക്കുക, കൈ നല്ലവണ്ണം റബ്ബ് ചെയ്യുക. എന്താണ് ഇന്റർലോക്ക് ചെയ്ത് കാണിട്ട് വിരല് ഉള്ളിലേക്കൊക്കെ ഇട്ട് ഇന്റർലോക്ക് ചെയ്ത് കാണിട്ട്. എൽബോ എന്ന് വെച്ചാൽ കൈമുട്ട്. പിന്നെ കൈ കഴുകി കഴിഞ്ഞാൽ നമ്മുടെ കൈ വെച്ചുങ്ങാണ്ട് നമ്മുടെ ഹാൻഡ് വെച്ചുങ്ങാണ്ട് പൈപ്പ് കൂട്ടിയിരുന്ന എന്താണ് പൈപ്പ് വീണ്ടും ഇൻഫെക്ഷൻ ഉണ്ടാവൂലേ, അപ്പൊ അത് വീണ്ടും കയ്യിൽ കയറാതിരിക്കാൻ എൽബോ വെച്ചുങ്ങാണ്ട് കൈമുട്ട് വെച്ചുങ്ങാണ്ട് പൈപ്പ് കൂട്ടുക. അത് കഴിഞ്ഞിട്ട് എന്താണ് കൈയിന്റെ ബാക്ക് സൈഡ് ഇന്റർലോക്ക് ചെയ്യുന്ന രീതിയിൽ രണ്ട് കൈ അങ്ങോട്ടും ഇങ്ങോട്ടും കഴുകുക. അത് കഴിഞ്ഞിട്ട് തള്ളവിരല് പിടിച്ചുങ്ങാണ്ട് അപ്പുറത്തെ കൈ ക്ലോസ് ചെയ്ത് ഇങ്ങനെ പിടിച്ചുങ്ങാണ്ട് നല്ലോണം കൈയിന്റെ അവിടെ കഴുകുക. അതേപോലെ തിരിച്ചു കഴുകുക. പിന്നെ എന്താണ് ഒരു കൈയിന്റെ പാദത്തിന്റെ ഉൾഭാഗം മറ്റേ കൈയിന്റെ എന്താണ് വിരല് വെച്ച് നല്ലോണം റബ്ബ് ചെയ്യുക, കഴുകുക. അത് തിരിച്ചും ചെയ്യുക. അതിനുശേഷം ഒന്നുകൂടെ കൈ രണ്ടും ഒന്നിച്ച് റബ്ബ് ചെയ്തതിനു ശേഷം കൈ നല്ലവണ്ണം കഴുകുക. പിന്നെന്താണ് കൈമുട്ട് വെച്ച് കാണിട്ട് ടാപ്പ് കൂട്ടുക. പിന്നെന്താണ് കൈ നല്ലവണ്ണം ഉണക്കി സൂക്ഷിക്കുക, ഉണക്കുക. ക്ലിയർ ആയോ? എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്താം. ഈ ചാപ്റ്ററിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നിങ്ങൾക്ക്? സിമ്പിൾ ചാപ്റ്റർ ആണല്ലേ. നിങ്ങൾക്ക് ഈ ഹാൻഡ് വാഷിന്റെ സ്റ്റെപ്പുകളൊന്നും ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കില്ല കേട്ടോ എക്സാമിന്. ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് മാത്രം മിസ് പറഞ്ഞു തന്നതാ കേട്ടോ. ഇത് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ഉണ്ടാവില്ല ഹാൻഡ് വാഷിന്റെ രീതി. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ കമ്മിറ്റിയിൽ ആരെല്ലാമാണ് ഉൾപ്പെടുന്നത് നോക്കി. ഇപ്പൊ ചെയർപേഴ്സൺ ആരാണെന്ന് ചോദിക്കാം, മെമ്പർ ഓഫ് സെക്രട്ടറി ആരാണെന്നൊക്കെ ചോദിക്കാം. പിന്നെന്താണ് നമ്മുടെ മോഡ് ഓഫ് ട്രാൻസ്മിഷൻ, ഒരു ഇൻഫെക്ഷൻ പകരാനുള്ള മോഡുകൾ എന്തൊക്കെയാണ് അങ്ങനെ പറയാൻ പറ്റില്ല. നമ്മ എല്ലാ ചാപ്റ്ററിന്ന് ആയിട്ടാണ് നമ്മുടെ എക്സാം ബോർഡിൽ നിന്ന് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ എത്ര എണ്ണം ഉണ്ടാവും എന്ന് പറയാൻ പറ്റില്ല. നമ്മളല്ലല്ലോ, ടീച്ചേഴ്സ് അല്ല ക്വസ്റ്റ്യൻ ഇടുന്നത്. മിസ് ഇങ്ങനെ ഇമ്പോർട്ടന്റ് ഭാഗം മാത്രം പറഞ്ഞു തന്നെ, ഇമ്പോർട്ടന്റ് ആയിട്ട്. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്താ ഇനി വേറൊരു കാര്യം കൂടി, നിങ്ങൾക്ക് മിസ് എടുത്തേക്കുന്ന ചാപ്റ്ററിൽ നിന്ന് ഇപ്പൊ ഇതിക്ക് മുമ്പ് എടുത്തിട്ട ചാപ്റ്റർ ഇല്ലേ, അതിൽ ഏതെങ്കിലും ചാപ്റ്ററിൽ നിന്ന് ഏതെങ്കിലും ഒരു ഭാഗം നിങ്ങൾക്ക് റിപ്പീറ്റ് ചെയ്യേണ്ടതുണ്ടോ? മിസ് ഒന്നുകൂടെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു സെക്ഷൻ ഉണ്ടോ? ഫാർമസി. ഓക്കെ, ഫാർമസിയിലെ ഏത് ഭാഗമാണ്?
ഏത് സെക്ഷൻ ആണോ എന്ന് പറയോ? മിസ് ആ ഭാഗം പറഞ്ഞുതരാം ഒന്നുകൂടെ നെക്സ്റ്റ് ക്ലാസ്സിൽ. ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നാ മതി. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ മിസ് ഒന്ന് എല്ലാം കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം കേട്ടോ. എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് ചെയ്താ റിവിഷൻ നോക്കട്ടെ, ടൈം ഉണ്ടോ നോക്കട്ടെ കേട്ടാ. ബാക്കിയുള്ള മിസ്സുമാർക്കും ചാപ്റ്റർ ഒക്കെ തീർക്കാനില്ലേ? ക്വസ്റ്റ്യൻ എഴുതിക്കോ. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ, hospital acquired infection is also known as okay. പറഞ്ഞോട്ടെ മിസ്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ അല്ല മിസ് അല്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അല്ലേ നെക്സ്റ്റ് ക്ലാസ്? മിസ് ഉണ്ട്. ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ is also known as option A, healthcare associated infection. Question നോക്കിക്കോ, ശ്രദ്ധിക്കണേ question. Hospital acquired infection is also known as healthcare associated infection, nosocomial infection. Option C, both A and B. None of these. Okay, option ഏതാണ്? ഓപ്ഷൻ സി ആണല്ലേ. ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻസ് എന്ന് പറയില്ലേ, എന്താണ്? ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല അല്ലെ, നമുക്ക് എന്താണ് ഹെൽത്ത് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സ്ഥലങ്ങളിൽ നിന്നല്ലേ, നഴ്സിംഗ് ഹോമുകളിൽ നിന്ന് കിട്ടാം, ലാബിൽ നിന്ന് കിട്ടാം, ഡയാലിസിസ് സെന്റേഴ്സിൽ നിന്ന് കിട്ടാം. അങ്ങനെ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് തരുന്ന എല്ലാ ഹെൽത്ത് കെയേഴ്സിൽ നിന്നും നമുക്ക് ലഭിക്കാം. അതുകൊണ്ട് ഇതിനെന്തും പേരും കൂടിയും പറയാറുണ്ട്, ഹെൽത്ത് കെയർ അസോസിയേറ്റഡ് ഇൻഫെക്ഷൻ. C, both A and B. D, none of these. Next question, which one is not included? Which one is not included in the symptoms for HAI infection? Which one is not included in the symptoms for answer നോക്ക്. ഓപ്ഷൻ പറഞ്ഞിട്ടില്ല മിസ്. symptoms for HAI infections. Option A, headache. Option A, symptoms ആണ്. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കണം കേട്ടാ, ക്വസ്റ്റ്യന് ഓപ്ഷനും ശ്രദ്ധിക്കണം. Option A, headache. Option B, surgical site infections.
സിംറ്റംസ് എന്ന് പറഞ്ഞാല് ലക്ഷണങ്ങള്, അടയാളങ്ങള്. നെക്സ്റ്റ് ഓപ്ഷൻ സി, ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ. For symptoms for HAI infection, HAI infections. HAI ഇൻഫെക്ഷന്റെ സിംറ്റംസ്, അടയാളങ്ങളിൽ പെടാത്തത്. ഓപ്ഷൻ എ ഹെഡേക്ക്, ഓപ്ഷൻ ബി സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ, ഓപ്ഷൻ സി ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ഓപ്ഷൻ സി ഫീലിംഗ് ഓഫ് സഫോക്കേഷൻ, ഓപ്ഷൻ ഡി ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. ഓപ്ഷൻ ഡി, ഓപ്ഷൻ ഡി ഡിഫിക്കൽറ്റി ഇൻ യൂറിനേഷൻ. ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി അല്ലേ? ബാക്കിയൊക്കെ സിംറ്റംസ് അല്ലേ? ഓക്കെ. സർജിക്കൽ സൈറ്റ് ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാല് ഒരു ഇൻഫെക്ഷൻ ആണ് അല്ലേ? ബാക്കിയൊക്കെ എന്താണ്? ലക്ഷണങ്ങളാണ്. തലവേദന, പിന്നെന്താണ്? ഫീലിംഗ്, ശ്വാസം മുട്ടൽ തോന്നുക, പിന്നെന്താണ്? യൂറിൻ ഒഴിക്കാൻ ബുദ്ധിമുട്ട്, വോമിറ്റിംഗ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, hospital acquired infection. Hospital acquired infection is also known as option A healthcare associated infection. Healthcare associated infection. Option B nosocomial infection. Option C both A and B. Option C both A and B. Option D none of this. Answer C ആണ്. Next question പറയട്ടെ. Next simple ആണ്. Dash is the process. Dash is the process by which. Dash is the process by which living organisms കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? such as mosquitoes, flies, rats and other vermin. Rats and other vermin transmit microorganisms from infected individuals to non-infected individuals. Dash is the process. Dash is the process by which living organisms such as mosquitoes are. Answer one being vector-borne transmission. Vector-borne transmission. Okay. Mosquitoes, flies, rats, and other vermin transmit microorganisms from infected individuals to non-infected individuals. Answer vector-borne transmission. Next, which one? Sorry, dash is the most common mode of
transmission. Dash is the most common mode of transmission. ഏതാണ് common mode of transmission? സാധാരണ കണ്ടുവരുന്ന രീതി ഏതാണ്? ട്രാൻസ്മിഷൻ, ഒരു ഇൻഫെക്ഷൻ പകരുന്നതിന് വേണ്ടിയിട്ട്. കോണ്ടാക്ട്. ഓക്കെ, കോണ്ടാക്ട് ഓർ ഹാൻഡ് ബോൺ ട്രാൻസ്മിഷൻ, ഡയറക്റ്റ് കോണ്ടാക്ട്. ഓക്കെ, dash is the most common, dash is the most common mode of transmission. Dash is the most common mode of contact or hand-borne transmission. Contact or hand-borne transmission. Next question. Dash is a preventive method. Dash is a preventive method used to destroy all microbes on equipment and surfaces. Used to destroy all microbes on equipment and surfaces, on equipment and surfaces through exposure to chemicals, ionizing radiation, dry heat or steam under pressure, or sterilization. Okay, sterilization. Next question. Which of the following is included? Which of the following is included in the droplet precaution? First, patient's movement should be controlled. Option A, patient's movement should be controlled. Option B, separate room for the patient. Option B, separate room for the patient. Option C, standard. Surgical mask.
standard surgical mask for health workers. For health workers. Standard surgical mask for health workers. Option D, all of the above. Okay. Answer ഏതാണ്? All of the above ആണല്ലേ? എല്ലാം ഉൾപ്പെടുന്നുണ്ടല്ലേ? Next, അടുത്ത question. Besides, second question പറഞ്ഞുതരാട്ടോ, ഇത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാട്ടോ. Okay, surgical answer, surgical site infection. Next question, besides hand wash, next question, besides hand washing, dash place, a pivotal role in the possibilities of reducing pivotal role in the possibilities of reducing transmission of microorganisms, of reducing transmission of microorganisms. Okay. Answer gloves. Okay, gloves. Next question. Who is the head of the infection control committee? Who is the head of the infection control committee? ആരാണ്? ഇപ്പൊ തന്നെ നമ്മൾ പഠിച്ചത് ചെയർപേഴ്സൺ. ഓക്കെ, ചെയർപേഴ്സൺ. Question, who is the head of the infection control committee? Who is the head of the infection control committee? Chairperson. Second question ആരോ ചോദിച്ചിരുന്നല്ലോ. Which one is not included in the symptoms for HAI infection? Not included in the symptoms for HAI infection. Option A, headache. Option B, surgical site infection. Option B, surgical site infection. Option C, feeling of suffocation. Option D, difficulty in urination. Besides hand washing, അതല്ലേ question ഏഴാമത്തെ. Besides hand washing, dash place a pivotal role in the possibilities of reducing
transmission of microorganisms. Answer gloves. Place, PLAIAYS, place a pivotal role in the possibilities of reducing transmission of microorganisms. Okay, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി മിസ് ഫാർമസിയുടെ ജസ്റ്റ് ഒന്നുകൂടി പറഞ്ഞു തരാം, റിവൈസ് ചെയ്ത് പിന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ. Thank you, ma'am.